ഹായ് ഫ്രണ്ട്സ്. അതിജീവിതയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിജീവിതയുടെ മൊഴിയും അതുപോലെ മഞ്ജു വാര്യരുടെ മൊഴിയും രണ്ടും കോടതിയെ തിരസ്കരിക്കാൻ കാരണം എന്താണ്, തള്ളിക്കളയാൻ കാരണം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോട്ടാ. ഓക്കെ, എന്താണ് മൊഴി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവ സമയത്ത് തന്നെ എനിക്ക് ഈ സംഭവം എന്താണെന്ന് പിടുത്തം കിട്ടിയിരുന്നു. ഇത് പൾസർ സുനി കയറിയ അപ്പൊ തന്നെ ഇത് കൊട്ടേഷനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപിനെ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. എന്റെ മനസ്സിൽ ആ സംശയം കിടക്കുന്നുണ്ട്. പിന്നെ വിവാഹബന്ധം തകരാൻ കാരണം ദിലീപിന്റെ താൻ കാരണമെന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്ന് അതിജീവിത പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ദിലീപും കാവ്യയും തമ്മിൽ അവിഹിതമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ സിനിമാ ലോകത്ത് എല്ലാവരുടെ ഇടയിലും പാട്ടാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് അറിയാമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്നോട് ദേഷ്യമുള്ള ഏക വ്യക്തി ദിലീപ് മാത്രമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സംഭവം ചെയ്തത് ദിലീപ് തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷെ ദിലീപിനോട് വൈരാഗ്യമുള്ള വ്യക്തികൾ ഉണ്ടായി കാണുമല്ലോ. അപ്പൊ ദിലീപും ഈ അതിജീവിതയും തമ്മിൽ ഉള്ള ഈ പ്രശ്നം അല്ലെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികൾ ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ അതിജീവിതയെ ചെയ്തതാണെങ്കിലോ, എന്തുകൊണ്ട് ആ ലൂപ്പുകൾ ആരും വിചാരിക്കുന്നില്ല? അപ്പോ ഇതൊക്കെയാണ് മൂപ്പരാൾ പറഞ്ഞത് കേട്ടോ, അതിജീവിത പറഞ്ഞത്. അതുപോലെ പിന്നെ പറയുന്നുണ്ട്, അമ്മയുടെ റിഹേഴ്സലായിട്ട് നടക്കുന്ന അമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, മഴവിൽ അഴകിൽ അമ്മ എന്നോ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ദിലീപിന്റെ പ്രശ്നത്തിൽ, ദിലീപ് ഭയങ്കര പ്രശ്നത്തിലാണല്ലോ, ദിലീപിന്റെ വീട്ടിലാകെ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് നീ കാരണമാണല്ലോ ഇതൊക്കെ ഉണ്ടായത് എന്ന് സിദ്ദീഖ് വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹരിച്ചോളൂ എന്ന് സിദ്ദീഖ് വന്ന് പറഞ്ഞു. അതുപോലെ ഭാമയും പറഞ്ഞു, ദിലീപിന്റെ വീട്ടിൽ ഒരുപാട് പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ദിലീപിന്റെ പ്രശ്നം നീ പരിഹരിച്ചോ, നിന്റെ ഭാവിയിലേക്ക് അത് നല്ലതാണ് എന്ന് ഭാമയും സംസാരിച്ചു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദിലീപിനെ സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഭയപ്പെട്ടിരുന്നു എന്നും മൊഴിയുണ്ട്. പിന്നെ ഇടവേള ബാബിനോട് ഞാൻ ഈ കാര്യം, അന്ന് അമ്മയുടെ പ്രസിഡന്റ് അങ്ങനായിരുന്നു, ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നില്ല, വർക്കുകൾ കിട്ടാത്തത് ദിലീപിനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് എല്ലാവരും പറയുന്നു, അതുകൊണ്ട് നീ ഇടപെട്ടിട്ട് ഒന്ന് രമ്യതയിലാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പോയി പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ ബാബു പറഞ്ഞു ചെയ്തു, ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ അതിജീവിതയുടെയും മഞ്ജു വാര്യരുടെയും മൊഴികളൊക്കെ കോടതി തള്ളിക്കളയാൻ എന്തൊക്കെയാ കാരണം, അത് നമുക്ക് നോക്കാം കേട്ടോ. കോടതി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വെറും കേട്ടുകേൾവി വെച്ചിട്ടാണ് പല മൊഴികളും ഇവർ തന്നിരിക്കുന്നത്, അതിജീവിതയാണെങ്കിലും മഞ്ജു വാര്യറാണെങ്കിലും. അതുകൊണ്ട് കോടതി ആ തെളിവുകളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. വായത്താളം മാത്രമാണ് എല്ലാവരും മൊഴികൾ 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 എന്നിട്ട് കൊടുക്കുന്നത്. അവിടെ കേട്ടു ദിലീപ് അങ്ങനെ ചെയ്തു എന്ന് കേട്ടു, ദിലീപ് എങ്ങനെ ചെയ്തു മറ്റുള്ളവർ പറഞ്ഞു, ഇതൊക്കെയാണ്. അല്ലാതെ ശരിക്കുള്ള തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. പിന്നെ പൾസർ സുനി കത്തെഴുതി എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ, ദിലീപിന് ഇപ്പൊ കത്തെഴുതിയിട്ടുണ്ട്. ഈ കത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ അറിഞ്ഞത് ഓൺലൈൻ മീഡിയ വഴിയാണ്, അല്ലാതെ ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് അതിജീവിത പറയുന്നു. അല്ലാതെ ഈ കേസിൽ ഉൾപ്പെട്ട അതിജീവിതയ്ക്ക് ഈ സംഭവം അറിഞ്ഞത് ഓൺലൈൻ മീഡിയ വഴിയാണ്, അല്ലാതെ വക്കീൽ മുഖാന്തരോ ഡയറക്റ്റ് ഒന്നും പോലീസുകാർ മുഖാന്തരം ഒന്നും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. അപ്പൊ അവിടെയും പാളിച്ച വന്നു. അപ്പം കോടതി പറഞ്ഞു ഇതും കേട്ടുകേൾവി മുഖാന്തരമാണ് അറിയുന്നത് അല്ലെ. അതുപോലെ തന്നെ പൾസർ സുനിയും ദിലീപും ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ, ബന്ധപ്പെടാറുണ്ടല്ലേ, കാണാറുണ്ട് എന്നൊക്കെ എന്നോടും എൻ്റെ അമ്മയോടും പറഞ്ഞത് സെക്യൂരിറ്റി ജീവനക്കാരാണ്. പല സ്ഥലത്തുമുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പല സെറ്റിലും വെച്ചിട്ട് ഓരോ സെക്യൂരിറ്റികൾ ഉണ്ടാവും അല്ലെ, ഓരോരുത്തർക്ക്. അങ്ങനെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു, ആ ഇന്ന് പൾസർ സുനിയായിട്ട് അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ, അവർ തമ്മിൽ വിളിച്ചിരുന്നു കേട്ടോ, അവർ തമ്മിൽ വന്നിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതും കേട്ടുകേൾവിയാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഡയറക്റ്റ് ഒരു തരത്തിലും ബന്ധമില്ല. അതുപോലെ ദിലീപ് സിനിമയിൽ നിന്ന് എന്നെ ഔട്ടാക്കാൻ ശ്രമിച്ചു എന്ന് അതിജീവിത അവിടെ നിന്ന് പറഞ്ഞു. അപ്പോ ദിലീപിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ഇന്റർവ്യൂ ഇട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് നല്ല വേഷം കിട്ടാത്തത് കൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാത്തത് എന്ന് എല്ലാ ഇന്റർവ്യൂവിലും അതിജീവിത പറയുന്നുണ്ടായിരുന്നു അല്ലെ. എല്ലാ ഇന്റർവ്യൂവിലും നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല വേഷം കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് ഞാൻ ആ വേഷം നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പല ഇന്റർവ്യൂവിലും പറഞ്ഞത്. ശരിക്കും എന്ത് ചെയ്തു, അഡ്വക്കേറ്റ് ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ ദിലീപാണ് നിങ്ങളെ ഔട്ടാക്കിയതെന്ന് പറയുന്നത് യാതൊരുവിധ തെളിവുകളും ഇല്ല. അപ്പൊ അതും പൊളിഞ്ഞു. അതുപോലെ മഞ്ജു വാര്യരുടെ മൊഴി എന്തുകൊണ്ട് പൊളിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, മഞ്ജു വാര്യരുടെ മൊഴി എങ്ങനെ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ പല മൊഴികളും പറഞ്ഞിട്ടില്ല, വായമൊഴികൾ പറഞ്ഞിട്ടില്ല. ഈ മൊഴികളൊക്കെ എന്താണ്,
നേരെ പോയിട്ട് കോടതിയിൽ ചെന്നിട്ട് പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴി വേറെയും അതുപോലെ പുതുതായി ആഡ് ചെയ്ത് കോടതിയിൽ പറഞ്ഞ മൊഴികൾ വേറെയും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കോടതിയിൽ. രണ്ടും രണ്ടും വ്യത്യസ്ത മൊഴികളായി. അപ്പോൾ തന്നെ എന്തായി അവിടെ ആ തെളിവ് തള്ളിപ്പോവും. വായിക്കൊണ്ട് കൊടുത്ത മൊഴിയാണെങ്കിലും ആ തെളിവ് രണ്ടും രണ്ടും ഒരേപോലെയാണെങ്കിൽ ഒരിക്കലും തള്ളിപ്പോവില്ല അല്ലെ. രണ്ടും രണ്ട് തരത്തിൽ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരടുത്തും അതുപോലെ കോടതിയിലും. അതുകൊണ്ടാണ് ഇവരുടെ മൊഴികളൊക്കെ തള്ളിപ്പോയതെന്ന് കോടതി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്